ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന കൊറിയൻ റൊമാൻറ്റിക് സീരീസിലെ എപ്പിസോഡ് 9 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ബ്രേക്കപ്പായി തേസോ കരയുന്ന ശബ്ദം കേട്ടുണരുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തോ നോക്കി നിൽക്കുന്ന തേസോയോട് കരഞ്ഞു കഴിഞ്ഞെങ്കിൽ നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ, തിരികെ വരാൻ പറഞ്ഞ് മുത്തശ്ശൻ പോകുന്നു. പിറ്റേന്ന് അസോൾ തേസോയുടെ വീട്ടിൽ അവൾക്കു വേണ്ടി തയ്യാറാക്കിയ ആ ഫ്രെയിം വാങ്ങാനായി എത്തുന്നു. അവന്റെ പഠിക്കുന്ന ബുക്കൊക്കെ കണ്ട് ഈ 5 കാര്യങ്ങൾ നീ എങ്ങനെയാ തരണം ചെയ്തു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ ആ 5 കാര്യങ്ങളെന്ന് മനസ്സിലാവാതെ തേസോ തിരിച്ചു ചോദിക്കുന്നു. നിന്റെ ഇപ്പോഴുള്ള ജോലി, ഈ ജോലി മാറാനുള്ള പഠിത്തം, പിന്നെ ഈ സൈഡ് ബിസിനസ്, ഫാമിലി പ്രോബ്ലംസ്, പിന്നെ റിലേഷൻഷിപ്പ് പ്രശ്നവും. നിങ്ങളുടെ ഗേൾഫ്രണ്ടുമായി നിങ്ങൾ പ്രശ്നത്തിലാണെന്നറിഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നതിലും വളരെ കുറവാണ് അവരുമായി നമ്മൾ പ്രോപ്പറായി ബ്രേക്കപ്പിലാവുന്നത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഒരൊറ്റ ബ്രേക്കപ്പേ കാണുള്ളൂ. നിങ്ങൾ ഈ ബ്രേക്കപ്പ് മനസ്സിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു നിങ്ങളുടെ ശരിക്കുമുള്ള റിലേഷൻഷിപ്പ് എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും അനിയൻ അവനെ വിളിക്കുന്നത്. മുത്തശ്ശിയോട് ഞാനിന്ന് സംസാരിച്ചപ്പോൾ മുത്തശ്ശി ചെറുതായി ചിരിക്കുന്നത് പോലെ തോന്നിയെന്നും ഒന്ന് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ വരാമോ എന്നും പറയുന്നത് കേട്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് തേസു ചോദിക്കുമ്പോൾ അവൻ്റെ ഇല്ല എന്ന മറുപടി കൂടി കേട്ട് ആകെ എക്സോസ്റ്റായി നിൽക്കുന്ന തേസോ ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറയുന്നു. അതേസമയം തന്നെ അനിയൻ അവനോട് അസോൾ വിളിക്കുന്നു, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതായത് തേസോ നല്ല ക്ഷീണിതനായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കോൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അസോൾ അങ്ങനെ ഹോസോയെ വിളിച്ചത്. ഫോൺ കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നേരം ക്ലാസ്സിൽ എപ്പോഴും ഉറക്കം തൂങ്ങിയിരുന്ന 1ാമത്തെ സീറ്റിലിരുന്ന ആ പഠിപ്പി ഒരാളുമായി ഇഷ്ടത്തിലാവുക, പിന്നീട് ബ്രേക്കപ്പിലേക്ക്. അല്ലെങ്കിലും കൂടുതൽ ഇമ്പാക്റ്റ് ആദ്യ പ്രണയത്തേക്കാൾ ബ്രേക്കപ്പ് ആകുമ്പോഴാണ്. എങ്ങനെ, എവിടെ വച്ച്, എന്ത് കാര്യത്തിന് ബ്രേക്കപ്പായി എന്ന് എനിക്കറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെന്നും ആ പഠിപ്പിക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മരവിച്ച അവസ്ഥയായിരുന്നു എന്ന് അത് കേട്ട് തേസോ പറയുന്നു. അപ്പോൾ 2ാമത്തേതോ എന്നവൾ ചോദിക്കുമ്പോൾ അതും ആ സെയിം ആളുമായിട്ട് തന്നെ ആയിരുന്നു എന്ന് അവൻ മറുപടി നൽകുന്നു. അങ്ങനെ അന്ന് രാത്രി വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുന്ന ഹോസോക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വരികയും അത് കേട്ട് അവൻ പെട്ടെന്ന് തന്നെ തേസോയെ വിളിക്കുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടന്ന മുത്തശ്ശനോട് മുത്തശ്ശിക്ക് ബോധം വന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ തേസോയും അസോളും ആ സമയം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും മുത്തശ്ശിയെ മോണിറ്ററിങ് ചെയ്യുന്നത് കണ്ട് ഇത് കണ്ടിട്ട് കുറച്ച് സീരിയസ് ആണല്ലോ എന്ന് ചോദിക്കുന്ന അസോളിനോട് മരിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഓർമ്മകൾ കോൺഷ്യസ് ആകുന്നതാണെന്ന് തേസോ പറയുന്നു. മുത്തശ്ശിയുടെ കൈ അനങ്ങുന്നത് കണ്ട് അക്കാര്യം തേസയോട് അസോൾ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശനും ഹോസോയും അങ്ങോട്ടേക്ക് എത്തുകയും അവർ ഡോക്ടറോട് മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റേബിൾ ആണെന്നും പറയുന്നതൊക്കെ വെളിയിൽ നിന്നങ്ങനെ അസോൾ നോക്കി നിൽക്കുന്നു. താഴേക്ക് പോകുമ്പോൾ ഇതൊക്കെ കണ്ട് വല്ലാതെ മിസ്സിംഗ് ആയി അവൾ അവളുടെ അച്ഛനെയും വിളിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇപ്പോൾ കുഴപ്പമില്ലെന്നറിഞ്ഞ് അവൻ ശരിക്കും ആശ്വാസമാകുന്നു. പിന്നീട് താഴെ അവനായി വെയിറ്റ് ചെയ്യുന്ന അസോളിനരികിലേക്ക് എത്തുകയും നീ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, പക്ഷെ അതിന് ഒരുപാട് നന്ദിയെന്നും പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. ഇതേ സമയം യൂൺ കടയിലുള്ള മുത്തശ്ശിയെ വിളിച്ച് ഞാൻ ഇന്നലെ അവളെ കാണാൻ പോയിരുന്നു, ഞാനൊരു പാട്ടുപാടി കൊടുക്കുകയും ചെയ്ത്, അതുകൊണ്ടാണ് ഇന്ന് അവൾക്ക് ബോധം വന്നതെന്നും നീ എന്താ ഗ്രാമത്തിൽ വരാത്തതെന്നും നന്നായി ആഹാരം കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് അങ്ങനെ അസോളിൻ്റെ ആ ഒരു വലിയ ഫ്രെയിം അവൻ പൂർത്തിയാക്കി അവളുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ഓഫീസിലുള്ള ആ ടേബിളിൻ്റെ പ്രശ്നം ശരിയാക്കുന്നേരം മുത്തശ്ശിക്ക് ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയില്ലേ, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ജോലി മാറുന്നതെന്നും ഇതൊക്കെ പതുക്കെ ചെയ്തു തന്നാൽ മതിയെന്നും അവൾ പറയുമ്പോൾ ഞാൻ എന്തായാലും ജോലി മാറാമെന്നും എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ എന്നായാലും ചെയ്യേണ്ടതല്ലേ എന്നും പറഞ്ഞ് അവർക്ക് ചെയ്യുന്നു. പോകാൻ നേരം അവൻ അവളോട് നന്ദി പറയുമ്പോൾ എന്തിനാണ് നന്ദിയെന്ന് അവൾ ചോദിക്കുകയും തേസോ ഓർത്തു നിൽക്കുമ്പോൾ അതെങ്കിൽ ഇപ്പോൾ പറയണ്ട, നമ്മൾ ഗുഡ് ബൈ പറയുമ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതിയെന്നും അവൾ പറയുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ നിനക്ക് എന്നോട് നന്ദി പറയണമെന്നല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്താൽ മതിയെന്നും പറഞ്ഞ് എനിക്കൊന്ന് ബ്രേക്കപ്പ് ആവണം, അതിന് റിലേഷൻഷിപ്പിലൊന്നും ആവണ്ട,
ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരാളുമായി റിലേഷൻഷിപ്പിലായിരുന്നില്ല. ഞാൻ ആദ്യമായി അകലുന്നത് എൻ്റെ വീട്ടുകാരിൽ നിന്നുമാകണ്ട, അതെനിക്ക് എൻ്റെ ഫസ്റ്റ് ലവിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നും എൻ്റെ ആദ്യത്തെ ഗുഡ് ബൈ ആ രീതിയിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞതെന്നും അസോൾ പറയുന്നു. അതിന് നമ്മൾ ഡേറ്റിംഗ് പോലും ചെയ്തിട്ടില്ലല്ലോ എന്നവൻ പറയുന്നത് കേട്ടവൾ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഡേറ്റിംഗ് ആണെന്നും ഞാൻ തന്നെ നിങ്ങളെ സ്നേഹിച്ച് ഞാൻ തന്നെ ബ്രേക്കപ്പ് ചെയ്തോളാമെന്നും എനിക്ക് പണ്ട് നിന്നോട് സിമ്പതിയും സ്നേഹവും ചേർന്ന പ്രണയമായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അതിനായി ഞാൻ നിനക്ക് ഫ്രെയിം ചെയ്യാൻ തരികയും നമ്മൾ വീണ്ടും റീയൂണൈറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നും അവൾ പറയുമ്പോൾ, നിനക്കിതെല്ലാം ഒരു കുട്ടിക്കളിയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളിതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഞാനൊരു സഹായമായി ചോദിച്ചതാണെന്ന് അവൾ പറയുന്നു. ഞാനപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് തേസോ ചോദിക്കുമ്പോൾ, കൈകൾ ചേർത്ത് പിടിച്ച് മുഖത്തോട് മുഖം നോക്കി പരസ്പരം എന്തിനൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും, പോരാത്തതിന് ഞാനൊരിക്കൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്ത സീറ്റ് 1 ആ പഠിപ്പി തന്നെയാണെന്നുള്ളത് എനിക്ക് ഗ്രേറ്റ്ഫുൾ ആണെന്നും അവൾ പറയുമ്പോൾ അവൻ അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ പോകുന്നേരം നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഡിസംബർ 2ാമത്തെ ആഴ്ച നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നുള്ള അസോളിൻ്റെ മെസ്സേജ് തേസോ വായിക്കുകയും അവൻ യൂണുമായി ബ്രേക്കപ്പായ ആ 2 ഓർമ്മകളും അവൻ്റെ മനസ്സിലേക്ക് വരുന്നു. പിറ്റേന്ന് യൂണിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് സോഹ്യൻ വരുന്നുണ്ട്. അവളങ്ങനെ അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയും അതുകൊണ്ട് കൊടുത്ത് അവർ സംസാരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ ആ ഗ്രാമത്തിൽ വരുന്നതിന് മുന്നേ ഇവിടുത്തെ വില്ലേജ് ചീഫിൻ്റെ വീട്ടിൽ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങനെ വരാൻ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ നിങ്ങളുടെ ആ ഗ്രാമത്തിലേക്ക് വന്നത്. പക്ഷേ എങ്കിൽ സിയോളിൽ നിന്നും ഒരു മനുഷ്യൻ തൻ്റെ മകളെയും കൊണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കുകയും നിരവധി ഡിഷസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അയാളുടെ മകളാണെങ്കിലോ ഞങ്ങളുടെ ലോക്കൽ കോർഡിനേറ്ററിനെ വിളിച്ച്, നിങ്ങൾ എപ്പോൾ വരും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ വരുന്നതിൽ വളരെ എക്സൈറ്റഡ് ആയി ചോദിക്കുമായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് യൂൺ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഗ്രാമത്തിലെത്തി അവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഞാനിനി കൊറിയയിലേക്ക് തിരിച്ചു വരില്ല എന്നും അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും അതിനാൽ ഞാനിനി ഹവായിൽ തന്നെ സെറ്റിൽഡ് ആകാൻ പോവുകയാണെന്നും എൻ്റെ അമ്മ എപ്പോഴും നീ വരുന്നതിനെ പറ്റി ചോദിക്കാറുണ്ടെന്നും സോഹ്യുൻ യൂണിനോട് പറയുന്നു. പിന്നീട് അങ്ങനെ സോഹ്യുൻ അവിടെയുള്ള ഗസ്റ്റ് ഹൗസ് ഒക്കെ നടന്ന് കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ യൂണിൻ്റെ അച്ഛൻ്റെ പേരുള്ള നെയിം പ്ലേറ്റ് അവൾ കാണുകയും യൂണിനോട് പോകുമ്പോൾ അതുകൂടി തന്നു വിടാമോ എന്നവർ ചോദിക്കുമ്പോൾ അവൾ അതുമാത്രം തരില്ല എന്നവരോട് പറയുന്നു. പിന്നീട് ഉറങ്ങാൻ നേരം അവർ അവളുടെ അടുത്ത് വന്ന് നീയും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും തന്നെ അതിന് മറുപടി നൽകുന്നില്ല. പിറ്റേന്ന് അങ്ങനെ യൂൺ സോഹ്യുനെ കൊണ്ടാക്കാൻ എയർപോർട്ടിലെത്തുകയും യാത്ര പറയും നേരം മുത്തശ്ശിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവളോട് ചിരിക്കാൻ പറയുകയും സോഹ്യുൻ അവളുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നേരം അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ട് സന്തോഷവതിയായ സോഹ്യുൻ, നിനക്കറിയാമോ, നീ പോയതിന് ശേഷം ആ മുറി അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഗസ്റ്റുകളൊന്നുമില്ലല്ലോ. നീ വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ വരാൻ പറയുന്നത് കേട്ട് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് യൂൺ അവരെ യാത്രയാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സോഹ്യനുമായുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അവരെ അവൾ അമ്മയായി കണക്കാക്കി തുടങ്ങിയിരുന്നു. തിരികെ അവൾ ഡിസംബർ വരെ മാത്രമേ ഇനി ബുക്കിംഗ് എടുക്കുന്നുള്ളൂ എന്നും അതിനുശേഷം ഇവിടെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ ഒരു പോസ്റ്റ് അവളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പേജിൽ ഇടുന്നു. പിന്നീട് തേസോ സബ്വേ ഓപ്പറേറ്ററിൽ നിന്നും ട്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചേഞ്ച് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് തിരികെ ജോലിക്ക് കയറാൻ വരുന്നേരം ഫോട്ടോഗ്രാഫർ കൊളീഗിനെ കണ്ടുമുട്ടുകയും അയാൾ ഇത് നിനക്കുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ തേസോയ്ക്ക് നൽകുന്നുണ്ട്. അന്ന് പ്ലാറ്റ്ഫോമിൽ വളരെ ലേറ്റായും തേസോയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് യൂൺ വരുന്നതും അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതിനെയും ഫോട്ടോ ആയിരുന്നു അത്. അങ്ങനെ തേസോ അവളെ കാണാനായി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഡോങ് സിംഗ് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയെന്ന് പറയുമ്പോൾ അവളെ ഉപേക്ഷിച്ചു പോയ ആ അമ്മയുടെ അടുത്തേക്കാണ് പോയതെന്ന് തേസോ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവൻ തിരികെ വരുമ്പോൾ അസോൾ അവിടെ അവനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് അവർ ശരിക്കും ബ്രേക്കപ്പിലാകാൻ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അവൻ ആ കാര്യം തന്നെ മറന്നു എന്ന് അവൾക്ക് മനസ്സിലാവുകയും പിന്നീട് അവർ രണ്ടാളും അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. എനിക്കിന്ന് അതിന് കഴിയില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നത് കേട്ട് ഇന്ന് എനിക്ക് തന്നെ ഞാൻ പതറ്റിക്കാണെന്ന് മനസ്സിലായി. ഞാനാണ് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ എനിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നവൻ പറയുമ്പോൾ അതൊക്കെ അവിടെ വിട്ടേക്ക്, നമുക്ക് കാര്യത്തിലേക്ക് വരാമെന്ന് അസോൾ പറയുമ്പോൾ അവൻ അവളുടെ കൈകൾ പിടിച്ച് ഞാനൊരു പതറ്റിക്കൈയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറയുമ്പോൾ സ്റ്റഡി സെൻറ്ററിലുണ്ടായിരുന്ന സീറ്റ് 1 ആ പയ്യൻ ശരിക്കും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് അന്ന് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ
ഇഷ്ടം പറയാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ഈ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ നിന്റെ ജീവിത അവസാനം വരെ കാണുമെന്നാണ്. പക്ഷെ നീ അതിനെ എല്ലാം നേരിട്ട് നീ നിന്റെ വഴി കണ്ടുപിടിച്ചു. നീ നിന്റെ ജീവിതം കണ്ടെത്തി, പ്രണയം കണ്ടെത്തി, ബ്രേക്കപ്പായി. എന്നാലും നീ ആ പഴയ ഓർമ്മകളിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കാതെ മുന്നോട്ടേക്ക് വന്നു. നീ എൻ്റെ ധാരണകൾ തെറ്റാണെന്ന് കാണിച്ചു തന്നു. അതിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണെന്നും കൂടാതെ അന്ന് മുത്തശ്ശിയുടെ വിരൽ അനങ്ങുന്നത് ആ മിറാക്കിൾ എന്നെ കാണിച്ചതിനും ഒരുപാട് നന്ദി. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ മിറാക്കിൾ ഓർമ്മിക്കുമെന്നും അവൾ പറയുന്നു. ഇതൊക്കെ കേട്ട് വല്ലാതെയായി. അവൻ അവളുടെ കൈകൾ മാറ്റുകയും എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയും അതെല്ലാം ആലോചിച്ച് കരയുകയും ചെയ്യുന്നു. അവൾ അങ്ങനെ അവൻ്റെ അടുത്തേക്ക് വരികയും എങ്കിൽ ഇന്ന് വേണ്ട, ഈ വർഷം അവസാനം ക്രിസ്മസിനടുത്ത് നമുക്കത് നോക്കാം, അതിനിടയ്ക്ക് നമുക്ക് പറ്റുമ്പോഴൊക്കെ ഒരുമിച്ച് കാണാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിറ്റേന്ന് മുത്തശ്ശന് തിരിച്ചു കൊണ്ടാക്കാനായി വീട്ടിലേക്ക് എത്തുമ്പോൾ താൻ ജോലി മാറ്റത്തിൻ്റെ എക്സാം എഴുതിയതിൽ ഞാൻ ഇത്തവണ പാസ്സായില്ല എന്നും അടുത്ത കൊല്ലം ഞാൻ അതിനായി ട്രൈ ചെയ്യാമെന്നും അദ്ദേഹത്തോട് തേസോ പറയുന്നു. പിന്നീട് അങ്ങനെ രാത്രി ഗ്രാമത്തിലൂടെ ചുറ്റി നടന്നു വരുമ്പോൾ പുഴയ്ക്കരികിൽ യൂണിനെ കണ്ടവൻ ഞെട്ടുന്നു. അവനങ്ങനെ അവളുടെ പേര് വിളിക്കുകയും അവൾ അവനെ നോക്കി നിൽക്കുന്നതും കാണിച്ച് എപ്പിസോഡ് 9 അവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.